കല്യാണം കഴിച്ച് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളായ രണ്ടുപേർ ക്ലാസ്സിലാണ് പഠിച്ചോണ്ടിരിക്കുകയാണോ? പഠിച്ചോണ്ടിരിക്കുകയാണ്. ഏത് ക്ലാസ്സിലാ? +1 കഴിഞ്ഞതേ ഉള്ളൂ. +1 കഴിഞ്ഞുള്ളൂ. എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ടപ്പം? എള്ളോളം തരി പൊന്നെന്തിനാ തനി തഞ്ചാവൂരു പട്ടെന്തിനാ തങ്കം തെളിയണ പട്ട് തിളങ്ങണ ചന്തം നിനക്കാടി. അടുത്ത ഒളിച്ചോട്ട കപ്പിൾസ് ആണ്, വൈറൽ ഒളിച്ചോട്ട കപ്പിൾസ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒളിച്ചോട്ട കപ്പിൾസിന്റെ ബഹളമാണല്ലോ. ഒളിച്ചോടിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് വൈറലാകാം. അത് കഴിയുമ്പോൾ പിന്നെ ജീവിക്കാൻ മുട്ടൊന്നും കാണത്തില്ല. ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങിയാൽ മതിയല്ലോ. ഇപ്പോൾ ഇവരുടെ പേരാണ് അമൽ എന്നും പൂജ എന്നും. ഈ പൂജ +1 പഠിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോണം, +1 പഠിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് +2 പരീക്ഷ എഴുതാൻ മടിച്ചിട്ട് ഒരു പെങ്കൊച്ച് ഇറങ്ങി ഒളിച്ചോടിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ദേ അടുത്തത്. അപ്പൊ ഇവരുടെയൊക്കെ വീഡിയോ എടുത്തു വെച്ച് ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറയും, ഇവര് തന്നെ പറയും, എനിക്ക് കല്യാണം കഴിക്കാത്തതിന്റെ സൂക്കേടാണ്, എനിക്ക് കല്യാണം കഴിക്കാത്തതിന്റെ സൂക്കേടൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ സംസാരിക്കാതിരിക്കാൻ വേണ്ടി പറ്റും? ഇതത്ര നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം വീഡിയോസ് എടുത്തു വെച്ച് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുമായിരുന്നു നമ്മുടെ പൂജ. 18 വയസ്സായെന്നൊക്കെയാണ് പറയുന്നത്. ദൈവത്തിനറിയാം, ഇവരുടെയൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മുടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇവർ 18 ആയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അങ്ങ് വിശ്വസിക്കുക, അതേ നിവൃത്തിയുള്ളൂ. പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയതായിരിക്കും, അപ്പം ഉറപ്പായിട്ടും 18 വയസ്സായി കാണും. മുട്ടി നിൽക്കുക തന്നെയായിരുന്നു, അങ്ങനെ തന്നെ പറയാം. കുറച്ചു നാളും കൂടി പിടിച്ചു നിൽക്കാമായിരുന്നല്ലോ. അറ്റ്ലീസ്റ്റ് +2 പരീക്ഷ കഴിഞ്ഞിട്ടെങ്കിലും ഈ പരിപാടി കാണിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാമായിരുന്നു. ഇതൊരുമാതിരി വല്ലാത്ത മുട്ടലായിപ്പോയി. അപ്പം ഏതായാലും ഇപ്പൊ പൂജ +1 പഠിക്കുകയാണ്. സ്കൂൾ അടച്ചേക്കുവാണല്ലോ, അപ്പോൾ ഒരു എന്റർടൈൻമെന്റും ആകും. ഇറങ്ങി അങ്ങ് പോയി കല്യാണം കഴിച്ചാൽ മതി. സ്കൂൾ അടച്ചതോട് കൂടിയിട്ട് ഇപ്പോൾ ഒളിച്ചോട്ട സീസണാണ്. നല്ല ചൂട് കൂടി നിൽക്കുന്ന സമയമല്ലേ. അപ്പൊ ഇതുപോലുള്ള തോന്നലുകളൊക്കെ മനസ്സിലുണ്ടാകും, സ്വാഭാവികം മാത്രം. അപ്പൊ ഏതായാലും നമ്മുടെ വൈറൽ കപ്പിൾസിന്റെ വിശേഷം നമുക്കൊന്ന് കേൾക്കാം. അമ്മയുടെ വീട്ടിലായിരുന്നു, അവിടുന്ന് നേരെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. വീട്ടിൽ ആളുണ്ടായിരുന്ന സമയത്ത്? ഇല്ല, വീട്ടിൽ സീനൊന്നും ഇല്ലായിരുന്നു. അവർക്കറിയാലോ, ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, ഇനി കേൾക്കത്തില്ലെന്നും അറിയാം. പിന്നെ അവരെന്താ പറയുന്നത്, പിന്നെ ഏജുമായി. എല്ലാരും പറയുന്ന പോലെ മുട്ടി നിൽക്കുകയല്ലായിരുന്നു കല്യാണം കഴിക്കാൻ. ഇനിയും പിടിച്ചു നിൽക്കാൻ ഞങ്ങൾ മാക്സിമം എന്റെ വീട്ടിലെ അവസ്ഥ വെച്ചിട്ട് ഇനി ഞാൻ ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിലും നല്ലത് വരുന്നതാണ്. ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പും അതിനെപ്പറ്റി കുറച്ച് നല്ല ഡാർക്കായിട്ട് സീനായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി. പിന്നെ ഇപ്പം 3 വർഷം കൊണ്ട് ഇതൊക്കെ തന്നെ പ്രഷറും കാര്യങ്ങളും. അങ്ങനെ നല്ല മെസ്സേജ് അല്ല. ഇവരെയൊക്കെ പോയി ഇന്റർവ്യൂ ചെയ്യുന്നവരെ വേണം ആദ്യം തല്ലാൻ. ഇവരിലൂടെ എന്ത് മെസ്സേജ് ആണോ ഇവരൊക്കെ സമൂഹത്തിന് കൊടുക്കുന്നത്? ഇവർക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുന്നത്? എന്താണ് ഈ ഇന്റർവ്യൂവിലൂടെ ഇവരെ പറയാൻ പോകുന്നത്? ഒളിച്ചോടിപ്പോയി ഒരു അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ച് 4 റീൽ എടുത്ത് അങ്ങ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ പോസ്റ്റ് ചെയ്തതോട് കൂടിയിട്ട് അവർ വൈറലായി കഴിഞ്ഞപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള 2 പൗരന്മാർ അങ്ങനെ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇന്റർവ്യൂവിലൂടെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. എന്ത് മെസ്സേജ് ആണ് ഇവർ നൽകുന്നത്? സമൂഹത്തിന് എന്ത് വാല്യുബിൾ ആയിട്ടുള്ള മെസ്സേജ് ആണ് ഇവര് രണ്ടുപേരും അവരുടെ പ്രവൃത്തിയിലൂടെ തന്നേക്കുന്നത്? ഇപ്പൊ 18 വയസ്സായിട്ടുള്ള ഈ പ്രായത്തിലുള്ള പിള്ളേരുണ്ടല്ലോ, ഈ പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നും, വലിയ എൻജോയ്മെന്റ് ആയിട്ട് തോന്നും. ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ മുട്ടി നിൽക്കുന്ന കുറെ അവളുമാരും അവന്മാരും ഉണ്ട്. അവർക്ക് ഇതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നും. അവരുടെ മുമ്പിൽ നിങ്ങളൊരു മെസ്സേജ് കൊണ്ട് കാണിച്ചു കൊടുക്കുവാണോ, ഇറങ്ങിപ്പോക്കോ, ഒരു കുഴപ്പവും ഇല്ലാതെ. ഇപ്പം അതാണല്ലോ ട്രെൻഡ്. ഇറങ്ങിപ്പോകും, കല്യാണം കഴിക്കും, ഒളിച്ചോടി പോയതിന്റെ വീഡിയോ ഇടും, കല്യാണം കഴിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, വൈറലാകും. അതിനുശേഷം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. പിന്നെ യൂട്യൂബ് ചാനലിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ പൊട്ടന്മാരുണ്ടല്ലോ, ഇതൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ചേട്ടാ ചേച്ചി നിങ്ങൾ അങ്ങനത്തെ വീഡിയോ ഇടണേ, ഇങ്ങനത്തെ വീഡിയോ ഇടണേ. അപ്പൊ ചേട്ടനും ചേച്ചി എന്ത് ചെയ്യും? ചേട്ടാ ചേച്ചി എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവരുടെ പ്രവൃത്തി വെച്ചിട്ട് എന്നെക്കാട്ടിൽ മുതിർന്നു പോയി. അതുകൊണ്ടാണ് ഈ ചേട്ടാ ചേച്ചി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി ഇവരെന്നെ ആന്റി എന്ന് വിളിച്ചുകൊണ്ട് വേറെ വീഡിയോ ചെയ്യും. അങ്ങനെ കുറെ എണ്ണം ചെയ്തിട്ടുണ്ട്. നോ ഇഷ്യൂ, ഒരു വിഷയവും ഇല്ല. അപ്പൊ ചേട്ടനും ചേച്ചിയും ഈ കമന്റ്സ് ഇടുന്നവർക്ക് ഇഷ്ടാനുസരണമുള്ള വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇഷ്ടംപോലെ വരുമാനം കിട്ടും. ജോലിക്കും പോകണ്ട, പഠിക്കുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇപ്പൊ മനസ്സിലായല്ലോ? ഈ ലോകത്ത് ജീവിക്കാൻ എന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം?
ഇങ്ങനൊരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ പല പല ഉത്തരങ്ങൾ ഉണ്ടായി കാണും. ഭക്ഷണം വേണം, ജോലി വേണം, പണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, ആഹാരം വേണം, അങ്ങനെ ഒരുപാട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമായിട്ടുള്ള, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള വസ്തുക്കളുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് സത്യം. അതാണ് ഇവർ പറഞ്ഞു തരുന്നത്. പ്രണയത്തിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ദിവ്യ പ്രണയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഒന്നും കാണത്തില്ല. പിന്നെ നിങ്ങൾക്ക് തുണി ഉടുക്കുക പോലും വേണ്ട, നിങ്ങൾക്ക് പാർപ്പിടവും വേണ്ട, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കിടന്നുറങ്ങാം. മനസ്സിലായോ? അതാണ് ഇവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത്. എൻ്റെ പൊന്നു മോളെ, എൻ്റെ അനിയത്തിയെക്കാട്ടിൽ ഇളയതായതുകൊണ്ട് ഞാൻ പറയാം, ഇതൊന്നും അല്ല ജീവിതം. അത് മനസ്സിലാക്കുക. മോളിപ്പോൾ പറഞ്ഞല്ലോ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ഇത്രയും നാള് നിന്നെ വളർത്തി വലുതാക്കിയ വീട്ടുകാരാണ്. 17 അല്ലെങ്കിൽ 18 വയസ്സ് വരെ നീ ഇത്രയും നാളും അവരുടെ കൂടെയായിരുന്നു. ഈ കൂടെ നിൽക്കുന്ന വ്യക്തി നിനക്ക് ഇന്നലെ കണ്ടയാളാണ്. കുറച്ച് വർഷത്തെ മാത്രം പരിചയമേ ഉള്ളൂ. ജനിച്ച അന്ന് മുതൽ നിനക്ക് ഭക്ഷണം നൽകി നിന്നെ ഈ രീതിയിൽ വളർത്തി വലുതാക്കി നിങ്ങളുടെ മാതാപിതാക്കളെ മറന്നിട്ട് ഈ പ്രവൃത്തി ചെയ്തിട്ട് എത്ര വലിയ ഉന്നതിയിലെത്തി എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അറ്റ്ലീസ്റ്റ് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആക്കുക, ഒരു ജോലി വാങ്ങിക്കുക, എന്നിട്ട് ഇറങ്ങി പോവുക. അതൊക്കെ ഒരു മര്യാദയാണെന്ന് പറയാം. അത്യാവശ്യം ചിന്തിക്കാൻ പ്രായമായി, ഏൺ ചെയ്യുന്നുണ്ട്, സ്വന്തം കാലിൽ നിന്നു, അതിനുശേഷം ചെയ്തുകൊള്ളുക. എന്നാൽ പിന്നെ നമുക്ക് ആ ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കാം. ഇവിടെ മോളും മോനും ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതാണ് സത്യം. ആ പയ്യന് വലിയ ജോലി പോലും ഇല്ലെന്ന് തോന്നുന്നു. എങ്ങനെ ജീവിക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്? വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതോ ഇനിയും കുടുംബിനിയായിട്ട് ജീവിക്കാനാണോ? അതിന്റെ മറുപടി ഉണ്ട്. ആ മറുപടി കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. അങ്ങനൊന്നും ഇല്ല. ഞാൻ ജോലി ചെയ്യും, എനിക്ക് നോക്കാനുള്ള കഴിവുണ്ടായിട്ട് എന്നെ വിളിച്ചോണ്ട് വന്നത്. ഡോക്ടർ അവിടെ കണ്ട് പഠിക്കണം. അപ്പല് പഠിപ്പിക്കോ? ഞാൻ പഠിപ്പിക്കാം. ആ ഒരു ഡിമാൻഡിലേക്ക് ഇറങ്ങി വന്നത്. ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ളവരൊക്കെ തന്നെ മര്യാദയ്ക്ക് പഠിക്കും. നീറ്റ് എക്സാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാലികേറ മലയാണ്. അത് മനസ്സിലാക്കിയോളൂ. അത് ചുമ്മാ ഇങ്ങനെ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ച് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുന്നത് പോലെയല്ല നീറ്റ് പരീക്ഷ. നീറ്റ് പരീക്ഷ എഴുതി പാസ്സായെങ്കിൽ മാത്രമേ, ആദ്യം +2 പരീക്ഷ എഴുതി പാസ്സാവണം. +2 പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് എൻട്രൻസ് കോച്ചിങ് നടത്തണം. എന്നിട്ട് നീറ്റ് പരീക്ഷ എഴുതണം. എന്തായാലും എൻട്രൻസ് കോച്ചിങ്ങിന് പോകാതെ നീറ്റ് പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റത്തില്ല. എന്നിട്ട് നീറ്റ് പരീക്ഷ എഴുതി പാസ്സായി നല്ല റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ഞാൻ പറഞ്ഞുതരാം, മോൾക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അത് നല്ല റാങ്ക് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലവ് നമുക്ക് ആവത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ പോയി ഡോക്ടറായിട്ട് പഠിക്കാൻ എത്ര ലക്ഷം രൂപ ചിലവാണെന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. അപ്പുറത്ത് നിന്ന് തലയാട്ടുന്നുണ്ടല്ലോ മോളുടെ ഹസ്ബൻഡ്. പുള്ളിക്കാരൻ എന്തർത്ഥത്തിലാണ് ഇരുന്ന് തലയാട്ടുന്നത്? ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് ഡോക്ടറായിട്ട് പോരായിരുന്നോ ഈ പരിപാടി? ഇപ്പം ഇതൊക്കെ ഒരു മായിക ലോകത്തിൽ ഇങ്ങനെ നടക്കുകയാണ്, ഫാൻറ്റസി വേൾഡിൽ ഇങ്ങനെ നടക്കുകയാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ ഈ ഫാൻറ്റസി ഒക്കെ അങ്ങ് പോകും. ജീവിതം എന്താണെന്നുള്ളത് മനസ്സിലാകും. അപ്പം പഠിച്ചോളും.